ഏലിയനെ കുറിച്ചുള്ള കഥകൾ എന്നും എല്ലാവർക്കും കൗതുകമുള്ളതാണ്. അങ്ങനെ ഒരു കഥ ഈ മാസം 21-ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. യുവ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഗഗനചാരി. സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമായ ഗഗനചാരിയിൽ ഗോകുൽ സുരേഷ്, അജു വർഗീസ്, KB ഗണേഷ് കുമാർ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളാകുന്നത്. അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ചിത്രമായ ഗഗനചാരിയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അടുത്തിടെ നടന്ന ചിത്രത്തിന്റെ പ്രിവ്യൂവിന് ശേഷം പ്രേക്ഷകർക്ക് മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രത്തെപ്പറ്റി പറയാനുണ്ടായിരുന്നത്. ഗഗനചാരി ആഗോളതലത്തിൽ വിവിധ ഫെസ്റ്റുകളിൽ അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ ശേഷം കേരളത്തിൽ നടന്ന കേരള പോപ്കോണിന്റെ ഭാഗമായും പ്രദർശിപ്പിച്ചിരുന്നു. വളരെ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് അവിടെ വെച്ചും ലഭിച്ചത്. കൂടാതെ മികച്ച ചിത്രം, മികച്ച വിഷ്വൽ എഫക്ട്സ് എന്ന വിഭാഗങ്ങളിൽ ന്യൂയോർക്ക് ഫിലിം അവാർഡ്സ്, ലോസ് ആഞ്ചലസ് ഫിലിം അവാർഡ്സ്, തെക്കൻ ഇറ്റലിയിൽ വെച്ച് നടന്ന പ്രമാണ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ എന്നിവിടങ്ങളിലും അമേരിക്ക, യൂറോപ്പ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവിധ ഫെസ്റ്റുകളിലും ഗഗനചാരി പ്രദർശിപ്പിച്ചിരുന്നു. സായാഹ്ന വാർത്തകൾ, സാജൻ ബേക്കറി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ഗഗനചാരി നിർമ്മിച്ചിരിക്കുന്നത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ അജിത് വിനായകയാണ്. ശിവസായും അരുൺ ചന്തുവും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സംവിധായകൻ പ്രിയദർശന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ശിവസായി. ഗഗനചാരിയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സുർജിത് S പൈ ആണ്. സണ്ണി, 4 Years എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ശങ്കർ ശർമ്മ സംഗീതം പകരുന്ന ചിത്രമാണ് ഗഗനചാരി. കള എന്ന സിനിമയുടെ ചടുലമായ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ സ്റ്റണ്ട് മാസ്റ്റർ ഫിനിക്സ് പ്രഭു ആണ് ആക്ഷൻ ഡയറക്ടർ. VFXന് പ്രാധാന്യമുള്ള ഈ ചിത്രത്തിന്റെ ഗ്രാഫിക്സ് മെറാക്കി സ്റ്റുഡിയോസ് ആണ് ഒരുക്കുന്നത്. ചിയാൻ വിക്രം നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് തങ്കലാൻ. പ്രകടനത്തിൽ വിക്രം വീണ്ടും വിസ്മയിപ്പിക്കുന്ന ചിത്രമായിരിക്കും തങ്കലാൻ എന്നാണ് ആരാധകർ കരുതുന്നത്. ഹോളിവുഡ് നടനായ ഡാനിയൽ കാൽറ്റഗറോണും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. തങ്കലാനിലെ ഡാനിയലിന്റെ കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇപ്പോൾ പുറത്തുവിട്ടു. ജൂൺ 13-ന് എന്ന തരത്തിൽ ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റർ തയ്യാറാക്കിയിരുന്നു എന്ന് നിർമ്മാതാവ് ധനഞ്ജയൻ പറഞ്ഞിരുന്നു. ഇക്കാര്യം വിതരണക്കാരായ റെഡ് ജയന്റിനെ തങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ധനുഷിന്റെ റയാനുമായി 13-ന് വരുമെന്നും തങ്കലാൻ റിലീസ് പിന്നീടാക്കാനുമാണ് പറഞ്ഞതെന്നും ധനഞ്ജയൻ വ്യക്തമാക്കിയിരുന്നു. GV പ്രകാശ് കുമാർ സംഗീതം നിർവഹിക്കുന്ന തങ്കലാന്റെ റിലീസ് പ്രഖ്യാപനത്തിനായി ചിത്രത്തിന്റെ ആരാധകർ കാത്തിരിക്കുകയാണ്. സ്റ്റുഡിയോ ഗ്രീനിന്റെയും നീലം പ്രൊഡക്ഷൻസിന്റെയും ബാനറിലാണ് വിക്രം നായകനാകുന്ന തങ്കലാന്റെ നിർമ്മാണം. ഉയർന്ന ബഡ്ജറ്റിലുള്ളതാകും വിക്രമിന്റെ തങ്കലാൻ സിനിമ എന്ന് നിർമ്മാതാവായ ജ്ഞാനവേൽ രാജ പറഞ്ഞത് ചർച്ചയായിരുന്നു. സംവിധായകൻ പാരഞ്ജിത്തിന്റെ പുതിയ ചിത്രത്തിന്റെ പശ്ചാത്തലം കോലാർ ഗോൾഡ് ഫീൽഡ്സ് ആണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കോലാർ ഗോൾഡ് ഫീൽഡ്സിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് തങ്കലാൻ എന്ന ചിത്രം ഒരുങ്ങുന്നത്. മാളവിക മോഹനും പാർവതി തിരുവോത്തും ചിത്രത്തിൽ പ്രധാന സ്ത്രീവേഷങ്ങളിലെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. വിക്രം നായകനാകുന്ന തങ്കലാൻ എന്ന ചിത്രത്തിൽ പശുപതി, ഹരികൃഷ്ണൻ, അൻപുദുരൈ തുടങ്ങി താരങ്ങളും ഭാഗമാണ്. ഛായാഗ്രഹണം A കിഷോറാണ് നിർവഹിക്കുന്നത്. ചിയാൻ വിക്രം നായകനാകുന്ന 61-ാമത്തെ ചിത്രമാണ് തങ്കലാൻ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ഇതാ റിലീസിനായി ഒരുങ്ങുന്നു. ഇരൈ തേടൽ, ഹെർ സ്റ്റോറി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം KS കാർത്തിക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സാത്താൻ. ചിത്രത്തിന്റെ സെക്കൻഡ് പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ സമീപകാലത്തായി സാത്താൻ സേവയുടെ പേരിൽ അരങ്ങേറുന്ന ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും ദാരുണ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുക്കുന്ന ചിത്രമാണിത്. മൂവിയോള എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നിർമ്മിച്ച് സംവിധായകൻ തന്നെ തിരക്കഥയൊരുക്കിയ സാത്താൻ തീർത്തും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. റിയാസ് പഠാൻ, ഹാരിസ് മണ്ണഞ്ചേരിൽ, സുജേഷ് കുമാർ, സെജിൻ ഷാ, സനത് KS, സുമേഷ് രാജഗോപാൽ, മിൽട്ടൺ മൈക്കിൾ, നന്ദകുമാർ തുടങ്ങിയവർ ചിത്രത്തിൽ അഭിനയിക്കുന്നു. ഹുസൈൻ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. നടൻ മോഹൻലാൽ വീണ്ടും മലയാള താര സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അമ്മയുടെ പുതിയ ഭാരവാഹികൾക്കായുള്ള തിരഞ്ഞെടുപ്പിന്റെ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് മോഹൻലാൽ മാത്രമാണ് അവശേഷിച്ചത്. അമ്മ അധ്യക്ഷ സ്ഥാനത്ത് മോഹൻലാലിന് ഇത് 3-ാം ഊഴമാണ്. അതേസമയം അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കും. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സര രംഗത്തുള്ളത്. അതേസമയം അമ്മ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, മഞ്ജു പിള്ള, ജയൻ ചേർത്തല എന്നിവർ മത്സര രംഗത്തുണ്ട്. 3 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കാറുള്ള അമ്മയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹികൾ താരസംഘടനയ്ക്ക് ഉണ്ടാകും.
ജൂൺ 30 കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ പൊതുയോഗം നടക്കുന്നത്. വോട്ടിങ്ങിന് അവകാശമുള്ള 506 അംഗങ്ങളാണ് അമ്മയിലുള്ളത്. ജൂൺ 3 മുതലാണ് പുതിയ ഭാരവാഹികളായി മത്സരിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നും പത്രിക സ്വീകരിക്കാൻ ആരംഭിച്ചത്. ദുൽഖർ സൽമാൻ നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് ലക്കി ഭാസ്കർ. തെലുങ്കിൽ വീണ്ടും നായകനായി വരുമ്പോൾ ചിത്രത്തിന് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ഒരു സാധാരണക്കാരന്റെ കഥ പറയുന്നതാണ് ലക്കി ഭാസ്കർ. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും എത്തുന്ന ചിത്രത്തിലെ ആദ്യ ഗാനം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മലയാളത്തിൽ മിണ്ടാതെ എന്ന ഗാനമാണ് ചിത്രത്തിലേതായി പുറത്തുവിട്ടത്. യാസിൻ നിസാറും ശ്വേതാ മോഹനും ചിത്രത്തിനായി ഗാനം ആലപിച്ചിരിക്കുന്നു. GV പ്രകാശ് കുമാറാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഗാനരചന വൈശാഖ് സുഗുണൻ നിർവഹിക്കുമ്പോൾ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിമിഷ് രവിയാണ് നിർവഹിച്ചിരിക്കുന്നത്. ദുൽഖർ നായകനാകുന്ന ലക്കി ഭാസ്കർ സംവിധാനം ചെയ്യുന്നത് വെങ്കിട്ട് അഡ്ലൂരിയാണ്. നിർമ്മാണ നിർവഹണം സിതാര എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലാണ്. മീനാക്ഷി ചൗധരിയാണ് നായികയായി എത്തുന്നത്. ചിത്രത്തിന്റെ റിലീസ് 2024 സെപ്റ്റംബർ 27-നാണ്. കിങ് ഓഫ് കൊത്തയാണ് ദുൽഖർ സൽമാന്റേതായി ഏറ്റവും ഒടുവിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം.